കർത്താവിൽ ആനന്ദിക്കുക. നിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. നമ്മുടെ സൃഷ്ടാവിൽ ആനന്ദിക്കുക. അവിടുത്തെ തേടുക, അന്വേഷിക്കുക. അവിടുന്ന് പ്രകാശം പോലെ നീതി നടത്തി തരും. കർത്താവിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിരിക്കുക. ക്ഷമാപൂർവം കാത്തിരിക്കുക. നമ്മുടെ ജീവിതം കർത്താവിന് ഭാരമേൽപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. ഒരിക്കലും നിരാശയിൽ കഴിയേണ്ടവരല്ല നാം. ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ ആനന്ദിക്കുക. ആനന്ദം മനസ്സിൽ നിറയണമെങ്കിൽ അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ലഭിക്കാത്ത കാര്യത്തിന് നിരാശപ്പെടാതെ അവൻ നൽകുമെന്ന പ്രത്യാശയിൽ യേശുവിൽ സ്തുതിപ്പിൽ എപ്പോഴും നടക്കുക. മനസ്സിൽ എപ്പോഴും യേശുവേ നന്ദി എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഭവനത്തിൽ കർത്താവ് അത്ഭുതം നടത്തും. ഒന്ന് പരീക്ഷിച്ചു നോക്കുക. കർത്താവിൽ നമ്മെ വിശ്വാസമർപ്പിക്കുക. അവിടുന്ന് നിന്നെ വഴി നടത്തും. അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. നീ നടക്കേണ്ട വഴി നമുക്ക് കാണിച്ചു തരും. അവിടുത്തെ അന്വേഷിക്കുന്നവർ അവിടുത്തെ കണ്ടെത്തും. കഷ്ടകാലത്ത് കർത്താവ് തുണയാണ്. നിന്നെ പാദം കല്ലിൽ തട്ടാതെ നോക്കിക്കൊള്ളും. കർത്താവിൽ ആനന്ദിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. അവർക്ക് വേണ്ടത് അവിടുന്ന് നൽകും. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ സ്വസ്ഥമായി ഇരുന്നാൽ മതി എന്ന് തിരുവചനം പറയുന്നു. വചനപ്രഘോഷണ വേളകളിൽ കൈകൊട്ടി നന്ദിയും സ്തുതിയും ചൊല്ലി ആടിപ്പാടുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. രോഗങ്ങൾ മാറുന്നത്, തളർന്നവർ എണീറ്റ് നടക്കുന്നത് എന്നിവ നാം കാണാറുണ്ട്. കർത്താവ് എല്ലാറ്റിലും മതിയായവനാണ്. ആ ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ നമ്മുടെ ദുഃഖം മാറി ആകുലത മാറി ആനന്ദത്തിൽ അവനെ മഹത്വപ്പെടുത്തും. അപ്പോൾ പല അത്ഭുതങ്ങളും നമ്മുടെ ഭവനത്തിൽ നടക്കും. തിന്മയുടെ ശക്തികൾ നീങ്ങിപ്പോകും. ഒരു ഉണർവ് ഉണ്ടാകും. ഏത് പ്രതിസന്ധിയിലും നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാം. അവനിൽ വിശ്വാസമർപ്പിക്കാം. ആമേൻ.